ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഇസ് നിയാസ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഷിപ്പിംഗ് സെക്ടറിൽ ഒരു കണ്ടിന്യൂസ് കറക്ഷനാണ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ചെറിയ തരത്തിലൊരു റിക്കവറി നമുക്ക് ഓരോ ഷിപ്പിംഗ് കമ്പനികളുടെ സ്റ്റോക്കിലും കാണാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പല ദിവസങ്ങളിലും അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട്. ASM റേഞ്ചിൽ അതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പുതിയ എൻട്രി എടുക്കുന്നവർ ശ്രദ്ധിക്കണം. പക്ഷേ ഈ റിക്കവറി കൺസിസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ ടെമ്പററി ആണോ എന്നുള്ളത് നമുക്ക് നോക്കണമെങ്കിൽ അതിന്റെ വാല്യുവേഷൻ എന്താണെന്നുള്ളത് അറിയണം. അണ്ടർ വാല്യൂഡ് ആണോ, സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിക്കവറിയെ കോൺഫിഡന്റ് ആയിട്ട് സമീപിക്കാം. ഇൻ കേസ് നല്ല ഓവർ വാല്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ആ റിക്കവറിയിൽ നമ്മൾ അധികം കോൺഫിഡൻസ് കാണിക്കരുത് എന്നുള്ളതാണ് വാല്യുവേഷൻ പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കൂടെ തന്നെ മസഡോക്കിന്റെ വാല്യുവേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫണ്ടമെന്റലി ഈ രണ്ട് കമ്പനികളെയും നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു ഫണ്ടമെന്റൽ അനാലിസിസിലൂടെ ഒരു കമ്പാരേറ്റീവ് അനാലിസിസും പെട്ടെന്ന് ഓവർവ്യൂ ഒക്കെ പോലെ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഒരു ബോണസ് ടിപ്പ് എന്നുള്ള പോലെ ഷിപ്പിംഗ് സെക്ടറിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള അതുപോലെ തന്നെ DIIസും FIIs ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടി നമ്മൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിസർച്ചിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഒരു അണ്ടർ വാല്യൂഡ് ഷിപ്പിംഗ് കമ്പനിയാണ്. സോ ആ സ്റ്റോക്കിനെ കുറിച്ച് കൂടി നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് നോളജിന് വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഷിപ്പിംഗ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ലോങ് ടേമിലേക്കും സ്വിംഗ് ട്രേഡിലും വാല്യൂ ഇൻവെസ്റ്റിംഗിന് താല്പര്യപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക. ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കുക കൂടി ചെയ്യുക. ലെറ്റ്സ് സീ ദെയർ. സോ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വാല്യുവേഷൻ. അതും നമ്മൾ രണ്ട് തരത്തിലാണ് ചെയ്യാൻ പോകുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നുള്ള കമ്പനി മാത്രം യൂസ് ചെയ്തിട്ട്, അതായത് ആ കമ്പനിയുടെ PE അതിന്റെ ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ കമ്പനിയുടെ പിയർ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് കമ്പനീസും കൂടി എടുത്തിട്ട് ആ ബെഞ്ച് മാർക്ക് കമ്പാരിസൺ കൂടെ നടത്തിയിട്ട് ആ ഇൻഡസ്ട്രി, അപ്പം നമുക്കറിയാലോ ഇൻഡസ്ട്രി PE ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പം ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ബെഞ്ച് മാർക്ക് കമ്പാരിസൺ കൂടി നടത്തിയിട്ടുള്ള ഒരു വാല്യുവേഷൻ ചെയ്യും. ഇപ്പൊ ഇൻഡിവിജ്വൽ കമ്പനി വാല്യുവേഷനും ബെഞ്ച് മാർക്ക് അഡ്ജസ്റ്റഡ് വാല്യുവേഷനും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് മസഡോക്കിന്റെ കൂടി ചെയ്യാനാണ്. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു കമ്പാരേറ്റീവ് അനാലിസിസ് നമ്മൾ ചെയ്യും. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷെ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏറ്റവും അവസാനം നല്ലൊരു ഷിപ്പിംഗ് കമ്പനി, അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി, ഇവ രണ്ടും അല്ലെങ്കിൽ ഏത് എന്നുള്ള ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന രീതിയിൽ ഒരു നല്ലൊരു ഷിപ്പിംഗ് കമ്പനി കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ അതുവരെ നമുക്ക് കാണാം. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഒരു പ്രീമിയം ചാനൽ നിങ്ങളെ പരിചയപ്പെടുത്താം. വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നല്ല രീതിയിൽ അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകൾ, നല്ല ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകളും മറ്റും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതിൽ നമ്മൾ ചെയ്യുന്ന സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ആ മെമ്പേഴ്സ് നമ്മളോട് പറയുന്ന സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പല മെത്തേഡുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റോക്കിന് സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ PB റേഷ്യോ ആണെങ്കിൽ അങ്ങനെ, PE റേഷ്യോ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ മെത്തേഡ് ആണെങ്കിൽ അങ്ങനെ, അങ്ങനെ പല EV/EBITDA മെത്തേഡ് ആണെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് മെത്തേഡുകൾ, മോഡൽസും ഫൈനാൻഷ്യൽ മോഡൽസും ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ലാത്ത കുറച്ച് വാല്യുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസും ഇതിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഫിനോലെക്സ് ഒക്കെ ഇന്നലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സ്റ്റോക്ക് ആയിരുന്നു. ഇന്ന് ഏകദേശം 7-8% അത് പോയിട്ടുണ്ട്. സോ അത്തരത്തിൽ ഓരോ തരത്തിലുള്ള സ്റ്റോക്കുകൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുകയും നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ വളരെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അത് എന്തുകൊണ്ടാണ് അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകൾ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. വാല്യൂ ഇൻവെസ്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. കാരണം നമുക്ക് ഫെയർ വാല്യൂവിന്റെ താഴെ നിന്ന് നമുക്ക് ആ പ്രൈസിൽ കിട്ടുന്ന സമയത്ത് ഫെയർ വാല്യൂ വരെ ഉള്ളത് നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി ആണെന്ന് അറിയാം. നമുക്കറിയാം വാറൻ ബഫറ്റിന്റെ ഒരു ഫേമസ് കൊട്ടേഷൻ ഉണ്ട്, ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇസ് ലൈക്ക് യു ക്യാൻ റീഡ് ദിസ്: ദ ത്രീ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആർ ഇൻ ഇൻ ഇൻവെസ്റ്റിംഗ് ആർ മാർജിൻ ഓഫ് സേഫ്റ്റി. ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 1226 രൂപയാണ്. ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 1352 രൂപയാണ്. ഇതിലേക്കുള്ള ഈ ഒരു ദൂരമാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ്. ആ ഫെയർ വാല്യൂവിന്റെ അപ്പുറത്തേക്കുള്ള പ്രീമിയം, ഇൻ കേസ് ആ പ്രീമിയം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബോണസ് കൂടിയാണ്. അതുകൊണ്ടാണ് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. സോ ഇത് കൂടാതെ തന്നെ നമ്മൾ നല്ല രീതിയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് കൊടുത്തിട്ടുള്ള എക്സ്ക്ലൂസീവ് വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു നോ വിച്ച് സെക്ടേഴ്സ് ആർ ഫോക്കസ്ഡ് ബൈ FII എന്നുള്ളതാണ്. FIIs ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്കുകളും അതുപോലെ തന്നെ സെക്ടേഴ്സ് ഒക്കെ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഇൻ ദ ഗിവൺ നമ്പർ. വിൽ ഡിസ്കസ് ദ ഡീറ്റെയിൽസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ വാല്യുവേഷൻ സ്റ്റെപ്സ് നൗ. സോ നമ്മളുടെ വീഡിയോ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുന്നത് മസഡോക്കിന്റെ ചാർട്ടാണ്. അതിനുശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ചാർട്ട് അനലൈസ് ചെയ്യും. അതിനുശേഷം മസഡോക്കിന്റെ, കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെയും ഇൻഡിവിജ്വൽ ആൻഡ് ബെഞ്ച് മാർക്ക് വാല്യുവേഷനിലേക്ക് പോകും. ഏറ്റവും അവസാനം മസഡോക്കിന്റെയും അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെയും കൂടെ തന്നെ നല്ല ഒരു വാല്യുവേഷനിലുള്ള ഒരു
നല്ല അണ്ടർ വാല്യുവേഷനിലുള്ള ഒരു നല്ല കിടിലൻ ഒരു ഷിപ്പിംഗ് സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടുത്തുന്നതിലൂടെ ഈ വീഡിയോ എൻഡ് ചെയ്യാണ് ചെയ്യുക. സോ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. സോ പ്ലീസ് വാച്ച് ദ വീഡിയോ ഫുൾ. ഓക്കെ. സോ നമുക്ക് നോക്കാം. ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ വെച്ച് നോക്കുമ്പോൾ ഒരു ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. മസ്ഡോക്കിന്റെ വീക്ക്ലി ടൈം ഫ്രെയിം ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ വെച്ച് നോക്കുന്ന സമയത്ത് 0.618 0.5 ഇതൊക്കെ ഒരു റീട്രേസ്മെന്റ് ഏരിയകളാണ്. ഇവിടുന്ന് റീട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഗേറ്റ് വേ ആണ്. ഒന്നുകിൽ ഈ ഗേറ്റ് വേ വരെ പോയിട്ട് 1.618 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് താഴെ വരും. അല്ലെങ്കിൽ ഈ ഗേറ്റ് വേ കടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2.618. അപ്പോൾ അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് നോക്കാം. യു കൻ സി ഇവിടുന്ന് നേരെ റീട്രേസ് ചെയ്തിട്ട് ഈ ഒരു 2 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ എത്തിയപ്പം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. സോ ഈ ഒരു 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ പറ്റി എന്നുള്ളതാണ്. സോ അപ്പം നമ്മൾ അതിനൊരു ടാർഗറ്റ് ആക്കി എടുത്തിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. പിന്നീട് വരുന്ന സ്വിംഗ് ഹൈ ടു ലോ എന്ന് പറയുന്നത് ഇതാണല്ലോ. ഓക്കെ. സോ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ. സി ഇവിടെ ഏകദേശം വാല്യൂ സോൺ വരെ വന്നു. ദിസ് ഈസ് ഗോയിങ് മൂവിങ് അപ്പ്. സി ഇവിടെ ആ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റി. ഓക്കെ. ശേഷം വീണ്ടും നമുക്ക് ഇപ്രാവശ്യം 2നേക്കാൾ കൂടുതൽ ഇത് ടാർഗറ്റിൽ പോയിട്ടുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് സീ ഹൗ മച്ച് ഇറ്റ് വെന്റ്. ഓക്കെ. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഈ ഒരു സോണിലാണ് ഇപ്പോൾ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉള്ളത് വരച്ച് നോക്കിയപ്പോൾ നമുക്ക് 2ഉം കഴിഞ്ഞ് 3 എന്നുള്ള ടാർഗറ്റ് വരെ പോയിട്ടാണ് ആ സ്റ്റോക്ക് നിന്നത്. സോ നമുക്ക് അതേപോലെ വീണ്ടും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പ്രീവിയസ് സ്വിംഗ് ലോയിൽ നിന്ന് സ്വിംഗ് ഹൈയിലേക്ക് അത് എടുത്തു. യു ക്യാൻ സീ വാല്യൂ ഏരിയ വരെ വന്നു. 0.618 അത് 5 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ എന്നാണ് വീണ്ടും റീട്രേസ് ചെയ്യുന്നത്. സോ ആ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വെരി വെൽ നോ പ്രീവിയസ്ലി ഒക്കെ ഈ സ്റ്റോക്ക് 2 വരെ പോയിട്ടുണ്ട്. സോ വിച്ച് മീൻസ് 12,000 എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലേക്ക് മെസഡോക്ക് എത്തുമോ എന്നുള്ളതാണ്. ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് 140% ഭാവിയിൽ കൊടുക്കുമോ എന്നുള്ളത് നമ്മളുടെ മുമ്പിലുള്ള ഒരു പോസിബിലിറ്റിയാണ്. സോ അത് കൊടുക്കുമോ എന്നാണ് അറിയണമെങ്കിൽ ആ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. സോ ആ ഒരു അനാലിസിസിലേക്ക് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലായിട്ട് പോകാം. ഓക്കെ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇനി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സ്റ്റോക്ക് ചാർട്ട് കൂടി നോക്കാനുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമ്മൾ ഇവിടെ ഒരു വാല്യൂ സോൺ വരച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വരെ വരും എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. നമുക്കതിന്റെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം. സോ അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതാണ് വാല്യൂ സോൺ എന്നുള്ളതാണ്. സോ ഇവിടെ ഈ ഒരു റെഡ് സോണിന്റെ അടുത്ത് എത്തുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ലിക്വിഡിറ്റി ലെൻസ് ഇൻഡിക്കേറ്റർ നൈസ് ട്രേഡ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇൻഡിക്കേറ്ററിൽ ഇവിടെ ഹൈ സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഹൈ സെല്ലിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. യു ക്യാൻ സി 47.32. അതായത് 0നേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളതാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. കറക്റ്റ് ആ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു റിട്രേസ്മെന്റ് നമുക്ക് കാണാൻ പറ്റിയത് ഏകദേശം 31%. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുക എന്നുള്ളത് നമുക്ക് നോക്കണം. ഇനി മേലേക്കുള്ള ഒരു ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. യു ക്യാൻ സീ ഹിയർ. സോ ആരെങ്കിലും ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോക്കണം. ഏതാണ് പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് 2128 അല്ലെങ്കിൽ 2300 എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ കൂടുതൽ കാണാൻ നമുക്ക് സാധ്യതയുണ്ട്. ഇനി അതിന് മുമ്പ് തന്നെ ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യുവേഷൻ കൂടി നോക്കണം എന്നുള്ളതുണ്ട്. കാരണം ഈ ഒരു സോണിലാണ് നമുക്ക് കൂടുതൽ വാല്യുവേഷൻ ഇൻട്രസ്റ്റ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, 1033 അല്ലെങ്കിൽ 1049, 49, 50 ഈ ഒരു റേഞ്ച് കണ്ടല്ലേ. ഇവിടെ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനുണ്ട്. സോ ആ ഒരു സോൺ വരെ ഇതിന് പോകാൻ സാധ്യതയുണ്ട്, താഴേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് ആ വാല്യുവേഷൻ അനാലിസിസ് ചെയ്യണം. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാല്യൂ ദിസ് ബോത്ത് ദി കമ്പനീസ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മസ്ഡോക്കിന്റെ വാല്യുവേഷൻ ആണ്. സോ അതിന് വേണ്ടിയിട്ട് മസ്ഡോക്കിന്റെ വാല്യുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നൈസ് ട്രേഡ് സ്റ്റോക്ക് വാല്യുവേഷൻ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഈ ടൂൾ പ്രകാരമാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മോഡൽസ് നമുക്കുണ്ട്. PB മെത്തേഡ്, അതുപോലെ തന്നെ നമുക്കറിയാം പല മെത്തേഡുകളിലൂടെയാണ് നമുക്കറിയാം ഷിപ്പിംഗ് കമ്പനീസിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് PE മൾട്ടിപ്പിൾ, EV എബിറ്റ, പ്രൈസ് ടു ക്യാഷ് ഫ്ലോ. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ഓരോ കമ്പനികൾക്കും ഓരോ സെക്ടേഴ്സിനും നമുക്ക് മെത്തേഡുകൾ നമ്മുടെ കയ്യിലുണ്ട്.
ഇതൊരു പ്രീമിയം കണ്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഇതിനെ ഹൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഒരുപാട് റിസർച്ചിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ് ഈ മോഡൽസ് ഒക്കെ. സോ അങ്ങനെയാണ് നമ്മൾ ഓരോ കമ്പനികൾക്കും ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള വാല്യുവേഷൻ ചെയ്യുന്നത്. സോ ഈ കേസിൽ നമ്മൾ 2 തരത്തിലാണ് വാല്യൂ ചെയ്യാൻ പോകുന്നത്. ഇതൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. സോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഞെക്കാൻ നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം കമ്പനിയുടെ മാത്രം പാരാമീറ്റേഴ്സ് എടുക്കും. അതിപ്പം മസ്ഡോക്കിന്റെ മാത്രം പാരാമീറ്റേഴ്സ് പി ഇ റേഷ്യോ, ഹിസ്റ്റോറിക്കൽ പി ഇ റേഷ്യോ, EPS ഒക്കെ നോക്കിയിട്ട് നമ്മൾ നോക്കിയിട്ട് എത്രയാണ് അതിന്റെ ഫെയർ വാല്യൂ എന്നുള്ളത് നോക്കും. ഫെയർ വാല്യൂ ആയിട്ട് നമുക്ക് ഇവിടെ പ്രൈസ് ഇവിടെ കാണാൻ പറ്റും. ഫെയർ വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് ലെവൽ എത്രയാണെന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും ഈ ഗ്രീൻ സോണിൽ. ഓക്കെ, ഇവിടെ നമുക്ക് റെഡ് ആണെന്നുണ്ടെങ്കിൽ ഓവർ വാല്യൂഡ്, അതായത് എക്സ്പെൻസീവ് എന്നും, ഇവിടെ ഗ്രീൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അണ്ടർ വാല്യൂഡ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് അല്ല, അഫോർഡബിൾ വാല്യൂഷൻ ആണ്, അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത് എന്നുള്ളതാണ് പച്ചയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അതാണ് അതിന്റെ ബേസിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് മസ്ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ മീൻസ് കോമ്പറ്റേറ്റേഴ്സിനെ കൂടി നോക്കും. എന്നിട്ട് അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കും. അങ്ങനെ ഈ പറഞ്ഞ കമ്പനികളുടെ എല്ലാം കോമ്പറ്റീറ്റേഴ്സിനെ നോക്കിയിട്ട് ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ട് ആ ബെഞ്ച് മാർക്ക്, നമുക്കറിയാലോ ഇൻഡസ്ട്രി പി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ബെഞ്ച് മാർക്ക് പിയും ബെഞ്ച് മാർക്ക് EPS കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ അവൈലബിൾ ആണ്. പല പ്രീമിയം സോഴ്സുകളിൽ നിന്നും നമ്മൾ ആ ഡാറ്റ വാങ്ങിക്കുന്നുണ്ട്, ബൈ ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റോക്ക് വാല്യൂഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട്. സോ അതുകൂടി നോക്കിയിട്ട് ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ഫെയർ വാല്യൂ കൂടി നോക്കും. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ആ കമ്പനി വളരെ കോമ്പറ്റീറ്റീവ് എഡ്ജുള്ള കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ മാത്രം വാല്യുവേഷൻ നോക്കിയാൽ മതിയാവും. അല്ലെങ്കിൽ ഇനിയിപ്പം അത്യാവശ്യം അല്ലാത്ത രീതിയിലാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ബെഞ്ച് മാർക്ക് കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള നോക്കാം. അതൊക്കെ ഓരോ ഇൻവെസ്റ്റേഴ്സിന്റെ മീൻസ് ഔൺ പെർസെപ്ഷൻ ആണ്, അല്ലെങ്കിൽ ഡിസ്ക്രിഷണറി പവർ ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം നോക്കേണ്ടത് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി, അതായത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 4861 രൂപയാണ്. കറണ്ട് PE എന്ന് പറയുന്നത് വി ക്യാൻ സി PE ചാർട്ട് എടുത്തിട്ട് നോക്കിയാൽ നമുക്കറിയാം. കമ്പനിയുടെ PE ചാർട്ട് നമ്മൾ ട്രെൻഡ് ലൈൻ ആണ് റെഫർ ചെയ്യുന്നത്. കറണ്ട് PE അല്ലെങ്കിൽ ട്രെയിലിംഗ് 12 മന്ത് PE എന്ന് പറയുന്നത് മസ്ഡോക്കിന്റെ 38.28 ആണ് കേട്ടോ. 38.28. കറണ്ട് EPS എന്ന് പറയുന്നത് മസ്ഡോക്കിന്റെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കറണ്ട് EPS 96 ആണ്. PE മൾട്ടിപ്പിൾ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. PE മൾട്ടിപ്പിൾ മെത്തേഡ് പ്രകാരം പാസ്റ്റ് PE നോക്കും. എന്നിട്ട് പാസ്റ്റ് തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ആ കമ്പനിയുടെ കേസിൽ റിഫ്ലക്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ PE കൂടി നോക്കും. ഫ്യൂച്ചർ EPS നോക്കും. ആ കമ്പനിയുടെ ഫ്യൂച്ചർ റവന്യൂവിന്റെ പ്ലാൻ എന്താണ്, ഫ്യൂച്ചറിൽ അതിന് കിട്ടുന്ന ഓർഡേഴ്സ്, കമ്പനി ഓർഡേഴ്സ്, അതുപോലെ തന്നെ മറ്റു പ്രൊജക്ട് പ്ലാനുകൾ, ഇതെല്ലാം നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഈ കമ്പനി തന്നെ നമുക്ക് റിപ്പോർട്ട് തരും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ PE കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പാസ്റ്റ് പെർഫോമൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫോമൻസ്. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിലേക്കാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു വാല്യുവേഷൻ മെത്തേഡ് ഭയങ്കര റോബസ്റ്റ് ആണെന്ന് പറയാൻ കാരണം ഫ്യൂച്ചർ കൂടി ഫാക്ടേർഡ് ഇൻ ആവുന്നുണ്ട് ഈ പ്രൈസിൽ. ഓക്കെ, സോ ഫോർവേഡ് PE കൂടി നമുക്ക് നോക്കാം. ഫോർവേഡ് PE നോക്കണമെങ്കിൽ നമുക്ക് ഫോർവേഡ് EPS ആണ് തന്നിട്ടുള്ളത്. സോ ഫോർവേഡ് EPS എന്ന് പറയുന്നത് യു കൻ സി ആവറേജ് എസ്റ്റിമേറ്റ് നമ്മൾ എടുക്കുന്നുള്ളത് 134.4. ഓക്കെ, ഇതെല്ലാം പ്രീമിയം ഡാറ്റയാണ്. പല ആൾക്കാർക്കും ഇത് അവൈലബിൾ ആവണമെന്നില്ല. ഓക്കെ, സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഫോർവേഡ് PE കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫോർവേഡ് PE വിൽ ബി 36.17. സോ ഈ ഒരു മെത്തേഡിലൂടെ നോക്കുന്ന സമയത്ത് മസ്ഡോക്ക് എന്ന് പറയുന്നത്, മസ്ഡോക്കിന്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 4267 ആണ്. 4267. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ മെൻഷൻ ചെയ്യാം. മസ്ഡോക്കിന്റെ കേസിൽ 4200, സോറി, വാല്യൂ ഓൺലി 4267 കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ബെഞ്ച് മാർക്ക് നോക്കാം. ഇതാണ് ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം കമ്പനി സ്പെസിഫിക് പാരാമീറ്റേഴ്സ് എല്ലാം മാറിയിട്ടുണ്ട്. സോ ഈ ബെഞ്ച് മാർക്കിന്റെ കേസിൽ നമുക്ക് നോക്കാം. LTM PE എന്ന് പറയുന്നത് 31 പോയിന്റ്, ഇതെല്ലാം നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് 31.8. EPS എന്ന് പറയുന്നത് കറണ്ട് EPS എത്രയാണ്? 113.81. ഓക്കെ, ഫോർവേഡ് PE എന്ന് പറയുന്നത് എത്രയാണ്? ഫോർവേഡ് PE 21.3. ഫോർവേഡ് EPS എന്ന് പറയുന്നത് 169.91. ഓക്കെ, സോ ഈ കേസിൽ നമുക്ക് കാണാൻ പറ്റും 3619 മാത്രമാണ് ഇതിന്റെ ഒരു ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്
3619. Let's type it now. സോ ഈ കേസിൽ 3619 ആണ് കാണിക്കുന്നത്. സോ നേരത്തെ നമ്മൾ കണ്ടു 4267 ആയിരുന്നു. പക്ഷേ ഇത് ബെഞ്ച് മാർക്ക് കമ്പനികളിൽ കൂടി നോക്കുന്ന സമയത്ത് ഈ സ്റ്റോക്ക് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ. സോ ഇതിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിന്റെ രണ്ടിന്റെ ആവറേജ് എടുക്കാം, എന്നിട്ട് അതിനെ ഡിവൈഡ് ബൈ 2 ആക്കിയിട്ട് അതാണ് ഫെയർ വാല്യൂ എന്ന് കണ്ടെത്താം. അല്ലെങ്കിൽ കമ്പനി മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡസ്ട്രി കൂടി ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പ്രൈസ് ഫെയർ വാല്യൂ ആയിട്ട് എടുക്കാം. ഓക്കെ. അടുത്തത് നമ്മൾ കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ. കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ കേസിൽ നമുക്ക് കമ്പനി ഫാക്ടേഴ്സ് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് കൊച്ചിൻ ഷിപ്പ് യാർഡ് ഇവിടുന്ന് നല്ല തരത്തിലൊരു കറക്ഷൻ വീണു എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മീൻസ് അതിന്റെ ഒരു ഇൻസൈറ്റ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിന്റെ കൂടെയുള്ള ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം ഒരേ ലെവലിലായിരുന്നു പോയിരുന്നത്. പക്ഷേ കൊച്ചിൻ ഷിപ്പ് യാർഡ് മാത്രം കണ്ടില്ലേ, അവിടുന്ന് ഒന്ന് ആദ്യം അണ്ടർ വാല്യൂഡ് ആയിപ്പോയി, പിന്നെ നേരെ ഭയങ്കരമായിട്ട് ഓവർ വാല്യൂഡ് ആയിപ്പോയി. അതായത് കൂട്ടം തെറ്റിയ ഒരു ആടിനെ പോലെയാണ് എനിക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡിന് തോന്നി. അതൊരു ബബിൾ ആയിരുന്നോ എന്നുള്ളത് നമുക്ക് ഡൗട്ട് ചെയ്യാൻ പോലും പറ്റുന്ന രീതിയിലാണ് ഈ ഒരു 2024 മെയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഈ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത്. എന്നിട്ട് നോക്കൂ, ഇപ്പൊ തിരിച്ചിറങ്ങി ഇപ്പൊ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്, കണ്ടല്ലേ. അപ്പൊ ഇപ്പം ഇൻഡസ്ട്രി ആവറേജിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് PE റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു അനുസരണം വന്നിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു ലെവലിലാണ് ഉള്ളത്. ഓക്കെ. സോ നമുക്ക് അതിന്റെ ഒരു വാല്യുവേഷൻ കൂടി നോക്കാം. അപ്പോൾ കൊച്ചിൻ ട്രെയിലിംഗ് 12 മന്ത് എന്ന് പറയുന്നത് 41.31 ആണ്. ഓക്കെ. 41.31 PE. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1682 ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ്. കറണ്ട് EPS കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ നമുക്ക് ഇവിടെ ഡാറ്റയിൽ കിട്ടും 32.3 ആണ് കറണ്ട് EPS. ഫോർവേഡ് EPS എന്ന് പറയുന്നത് എത്രയാണ്? ഫോർവേഡ് EPS കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ ഇത് മസ്ഡോക്ക് ആണല്ലേ. കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ ഫോർവേഡ് EPS എന്ന് പറയുന്നത് ആവറേജ് എസ്റ്റിമേറ്റ് 32.3 ആണ്. 32.3. So we'll get the forward PES. സോ കൊച്ചിൻ ഷിപ്പ് യാർഡ് കമ്പനി സ്പെസിഫിക് ഫാക്ടേഴ്സ് മാത്രം നോക്കുമ്പോൾ അതിന്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 1508 ആണ്. 1508 എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ പ്രൈസ്? ആ പ്രൈസ് ഏകദേശം കഴിഞ്ഞു. 1508 എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു. ഇവിടുന്ന് ഏകദേശം ഇത് ഇൻട്രിൻസിക് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ കമ്പനി സ്പെസിഫിക് കേസിൽ ഇത് അണ്ടർ വാല്യൂഡ് ആയിരുന്നു ഈ ഒരു സോണിന്ന്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു സോൺ എന്ന് പറയുന്നത് പ്രീമിയം എന്നാണ് ഇതിന് പറയുക. അപ്പോൾ എത്ര പ്രീമിയം വരെ എൻജോയ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. ചില കേസിൽ 23%, 25% പ്രീമിയം ഒക്കെയാണ് നമ്മൾ എൻജോയ് ചെയ്യുക. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി സോണിലേക്ക് 39% ഉണ്ട്. ലെറ്റ് സി വെദർ ഇറ്റ് വിൽ ഗോ ടു ദാറ്റ് ലെവൽ ഓർ നോട്ട്. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ബൈയിങ് ലിക്വിഡിറ്റി കൂടി ക്യാച്ച് ചെയ്യാൻ, സ്വീപ്പ് ചെയ്യാൻ വേണ്ടി താഴേക്ക് വരുമോ നോക്കണം. അപ്പം മേലെ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട്, താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇനി ഇതിന്റെ മറ്റു തരത്തിലുള്ള ഒരു ഇത് കൂടി നോക്കാം. അതായത് എങ്ങനെയാണ് ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിന്റെ പെർഫോമൻസ് ഒന്ന്. ഇപ്പോൾ 33.20 ആണ് ബെഞ്ച് മാർക്കിന്റെ പാരാമീറ്റർ നോക്കുമ്പോൾ, അതായത് കോമ്പറ്റീറ്റേഴ്സിനും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. EPS എന്ന് പറയുന്നത് 31.39. യു ക്യാൻ ഗെറ്റ് ദ ഡാറ്റ ഫ്രം ഹിയർ. ഓക്കെ. നൗ ഫോർവേഡ് PE എന്ന് പറയുന്നത് 26. ഫോർവേഡ് EPS എന്ന് പറയുന്നത് 40.08. സോ ഇൻ ദാറ്റ് കേസ് 1042 ആണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോൾ ഈ രണ്ട് കേസിൽ മനസ്സിലായിട്ടുണ്ടാവും കോമ്പറ്റീറ്റേഴ്സിനെ കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫെയർ വാല്യൂ ഭയങ്കര അഡ്ജസ്റ്റഡ് ആയിട്ടാണ് കിട്ടുന്നത്. വിച്ച് മീൻസ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് സോണിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. സോ ഫെയർ വാല്യൂ ഈ കേസിൽ 1042 എന്ന് പറയുന്ന സോൺ എവിടെയാണ്? നേരത്തെ കേസിൽ നമ്മൾ ഇവിടെയാണെന്ന് കണ്ടത് 1500 സംതിങ്. ഇതിപ്പം 1042 ആണ്. 42 എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു സോൺ. യെസ്, എക്സാക്ട്ലി. എന്തുകൊണ്ടാണ് ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് കൂടി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു സീ ഹിയർ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ബൈയിങ് ഇൻട്രസ്റ്റ് ഉള്ള സോൺ. സോ ആ സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബെഞ്ച് മാർക്കിനെ കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ കൊച്ചിൻ ഷിപ്പ് യാർഡ്
കോമ്പറ്റീറ്റേഴ്സിന്റെ ഇടയിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കൂടി നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന്റെ കൂടി നമ്മൾ ഇതിനെ വാല്യൂ ചെയ്യുമ്പോൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ 1040, അതായത് എത്രയാണ് നമ്മളിവിടെ കണ്ടത്, 1042 രൂപയാണ് അതിന്റെ ഫെയർ വാല്യൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാത്തപ്പോൾ അത് 38% ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കമ്പനി സ്പെസിഫിക് ഫാക്ടേഴ്സ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ഡിസ്ക്രിപ്ഷനാണ്, ഏകദേശം 1540 എന്ന് പറയുന്ന ലെവലിലാണ്. ഓക്കെ, സോ ഇങ്ങോട്ടേക്ക് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദർ ഈസ് എ ബൈയിങ് സോൺ ഹിയർ ഇൻ ദിസ് പ്രൈസ് 1045. മേലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെല്ലിംഗ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പ്രൈസ് ടാഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സി ഹിയർ 2130. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ദ പ്രൈസ് ടാഗ് ഈസ് 1060. ഓക്കെ, സോ ഈ രണ്ട് സോണും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ടിൻ്റെയും മീൻസ് കമ്പാരേറ്റീവ് അനാലിസിസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, വാല്യുവേഷൻ, റേഷ്യോസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 മെട്രിക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കൊച്ചിൻ ഷിപ്പ്യാർഡിന് ടോട്ടൽ സ്കോർ 15 ആണുള്ളത്. 41 പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. മസ്ഡോക്കിന്റെ കേസിൽ 26 പാരാമീറ്റേഴ്സിൽ മസ്ഡോക്കാണ് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഫൈനാൻഷ്യലിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ബീറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് 13 ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡിനുള്ളത്. സോറി, കൊച്ചിൻ ഷിപ്പ്യാർഡിനുള്ളത്. മസ്ഡോക്കിന് 50.8 ഉണ്ട്. അതുപോലെ പക്ഷേ ഈ കേസിൽ റവന്യൂ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഈ നെറ്റ് പ്രോഫിറ്റിന്റെ കേസിൽ മസ്ഡോക്ക് വിൻ ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിന്റെ കേസിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് വിൻ ചെയ്തു. ഇനി വാല്യുവേഷൻ മെട്രിക് നോക്കുകയാണെന്നുണ്ടെങ്കിലും മസ്ഡോക്കിനാണ് മുൻതൂക്കം. വാല്യുവേഷൻ കേസിൽ നമ്മളിപ്പോൾ കണ്ടു മസ്ഡോക്കാണ് ഒന്നുകൂടെ കുറച്ചുകൂടി എന്താ പറയുക ഫെയർലി വാല്യൂഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. 4 പാരാമീറ്റേഴ്സിൽ 3ഉം മസ്ഡോക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. റേഷ്യോന്റെ കേസ് നോക്കുകയാണെങ്കിൽ മസ്ഡോക്ക് എല്ലാ കേസിലും, അതായത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് ഇവിടെ നോക്കുന്നത്. ROCE, ROE, ഡിവിഡൻഡ് yield, ROE ആനുവൽ 3 ഇയർ ആവറേജ് ഒക്കെയാണ് നോക്കുന്നത്. ഈ 4 കേസിലും മസ്ഡോക്ക് ആണ് മുൻതൂക്കം നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ ബിറ്റ്വീൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആൻഡ് മസ്ഡോക്ക് ഈസ് ദ ചോയ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കൺക്ലൂഡിംഗ് ബിറ്റ്വീൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആൻഡ് മസ്ഡോക്ക്. Now, as I promised, we are going to analyze what was the third one which is undervalued. I'm going to reveal the stock name, that is GE Ship, അതായത് ഗഷിപ്പ് എന്ന് പറയും, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി. അപ്പോൾ നമുക്ക് ഈ കമ്പനിയെ ഒന്ന് വാല്യൂ ചെയ്ത് നോക്കാം. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1067 രൂപയാണ്. സോറി, 1076 രൂപ. അപ്പോൾ കമ്പനി സ്പെസിഫിക് ഫാക്ടേഴ്സ് നമുക്ക് ആദ്യം നോക്കാം. നല്ല ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള കമ്പനിയാണ്. വാല്യുവേഷൻ സ്കോർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട്. ഓൾ ടൈം ഹൈൻ്റെ കൂടെ തന്നെയാണ് വാല്യുവേഷൻ ഇപ്പോൾ കിടക്കുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ അനാലിസ്റ്റ് പ്രൈസ് ടാർഗറ്റ് ആണ്. 44% ടാർഗറ്റ് അനാലിസ്റ്റ്സ് ഈ കാര്യത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ട്രെയിലിംഗ് PE ആണ്. ട്രെയിലിംഗ് PE എന്ന് പറയുന്നത് 5.47 ആണ്. സോ വി ക്യാൻ വാല്യൂ ഇറ്റ്. കമ്പനി സ്പെസിഫിക് വാല്യുവേഷൻ ആണ് 5.47. ഓക്കെ, കറണ്ട് EPS 182.7. ഫോർവേഡ് PE എന്ന് പറയുന്നത് നമുക്ക് ഫോർവേഡ് EPS കിട്ടണം. ഫോർവേഡ് EPS എന്ന് പറയുന്നത് ഗ്രേറ്റ് ഈസ്റ്റേൺ കമ്പനിയുടെ കേസിൽ ഫോർവേഡ് EPS, സോറി, കറണ്ട് EPS നമ്മൾ എത്ര കൊടുത്തത്? 182. യെസ്, ഫോർവേഡ് PE എന്ന് പറയുന്നത് 193.3 ആണ്. ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്, 193.3. സോ ദിസ് വിൽ ബി ഡിവൈഡഡ് ബൈ ദിസ് and you get forward PE as 5.57. so ഈ കേസിൽ കമ്പനി 3.56% ഓവർ വാല്യൂഡ് ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 1037 രൂപയാണ്. ഇനി നമുക്ക് ഇതിന്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് കൂടി നോക്കാം. ഓക്കെ, ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് PE മൾട്ടിപ്പിൾ 6.4, കറണ്ട് EPS എത്രയാണ്? 178.91. ഓക്കെ, ഫോർവേഡ് PE എന്ന് പറയുന്നത് 5.2, ഫോർവേഡ് EPS എന്ന് പറയുന്നത് 220.19. സോ വി ക്യാൻ സി ഇത്രയും നേരം നമ്മൾ വാല്യൂ ചെയ്തതിൽ അണ്ടർ വാല്യൂഡ് ആയിട്ട് ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരൊറ്റ സ്റ്റോക്ക് ഈ ഗഷിപ്പ് എന്ന് പറയുന്നതാണ്. അമംഗ് ദി ഷിപ്പിംഗ് കമ്പനീസ് വി ഹാവ് അനലൈസ്ഡ്.
അതും നമുക്കറിയാം മസ്ഡോക്ക് ആണെങ്കിലും കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണെങ്കിലും കോമ്പറ്റീറ്റേഴ്സിന് കൂടെ കൂട്ടിയ സമയത്ത് ഭയങ്കരമായിട്ട് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്കോറാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു കമ്പനിയുടെ കേസിൽ ഒറ്റക്ക് വാല്യൂ ചെയ്തപ്പോഴും വളരെ ചെറിയ ഫെയർ വാല്യൂ റേഞ്ചിലാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. ചെറിയൊരു ഓവർ വാല്യുവേഷൻ സോൺ, അത് നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല. കാരണം നമുക്കറിയാം ഷിപ്പിംഗ് സെക്ടറിലൊക്കെ ഏകദേശം 10-30% പ്രീമിയം സോണിലേക്ക് പോകാറുണ്ട് കമ്പനികൾ. സോ 3% ഓവർ വാല്യൂഡ് എന്ന് പറയുന്നത് വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ഫെയർലി വാല്യൂഡ്. ഈ കേസിൽ അണ്ടർ വാല്യൂഡ് ആണ്. 6.41% അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്, അതായത് ഡിസ്കൗണ്ടിൽ. സോ ഫെയർ വാല്യൂ വരെ മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്കുള്ളത് 6.4% ആണ് ഇന്നത്തെ കറണ്ട് പ്രൈസിൽ നിന്ന് കിട്ടുക. അതിനുശേഷം വരുന്ന പ്രീമിയം, അതായത് ഫെയർ വാല്യൂവിന്റെ മേലേക്ക് പോകുന്ന എല്ലാ മൂവ്മെന്റുകളും പ്രീമിയം ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അത് നമ്മളുടെ റിസ്ക് റിവാർഡ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അതിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. സോ ഗഷിപ്പ് എന്ന് പറയുന്നത് കമ്പനിയുടെ ചാർട്ട് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം നോക്കാം. We can see the chart has load. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരു സെല്ലിംഗ് നമ്മൾ നേരത്തെ ഇതിന്റെ കേസിൽ കണ്ടു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ സെല്ലേഴ്സ് ഇൻട്രസ്റ്റ് ഉള്ള, സിഗ്നിഫിക്കൻറ്റ് സെല്ലേഴ്സ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണ്. സോ ഇവിടുന്ന് ഒരു ബൈയിങ് ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാം ഹൈലി ബൈയിങ് ഇൻട്രസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. 50% ഇപ്പം തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നോർമലി ദർ ഈസ് എ കോൺസെപ്റ്റ് ഇൻ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. അപ്പോൾ SMCയിലുള്ളൊരു കോൺസെപ്റ്റാണ്. ഇവിടെ നല്ല ബയേഴ്സ് വന്നല്ലോ. വി ക്യാൻ സി 50% ബയേഴ്സ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ബയേഴ്സ് ആണ്. സോ ആ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് കൂടെ എടുത്തിട്ടാണ് ഈ കമ്പനി ചിലപ്പം വീണ്ടും ഇതിന്റെ ഒരു ടാർഗറ്റിലേക്ക് പോവുക. സോ നമുക്ക് ഈ ഒരു ഏരിയ എന്നൊക്കെ ഈ കമ്പനി കിട്ടുകയാണെന്ന് വിചാരിക്കുക, 983 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. എന്തുകൊണ്ട് അത് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്? ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എത്ര താഴെ പോകുന്നോ അപ്പോൾ അതിനനുസരിച്ച് ആ ഡിസ്കൗണ്ട് നമുക്ക് കൂടേ ഉള്ളൂ. അപ്പം ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഈ കമ്പനിയുടെ സ്റ്റോക്ക് കിട്ടി 977 എന്ന് പറഞ്ഞിട്ടുള്ള റേറ്റ്. സോ ഇവിടെ നമുക്ക് ആ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ യു സി ദ ഡിസ്കൗണ്ട് വിൽ ബി 17%. സോ താഴേക്ക് പോകുന്തോറും അതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. സോ ഇതൊരു കോംപ്രഹെൻസീവ് സ്റ്റഡിയാണ്. ഇത് കൂടുതൽ സമയം ഈ സ്റ്റഡി എടുത്തു എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാനത് വളരെ ഡെലിബറേറ്റ്ലി ചെയ്തതാണ്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുന്നത്. ഇത്രയും എന്താ പറയുക TDS ആയിട്ടുള്ള റിസർച്ചുകളാണ് ഓരോ സ്റ്റോക്കിൻ്റെയും അനാലിസിസിലൂടെ നമ്മൾ കാണുന്നത്. സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ഇൻ ദിസ് ഗ്രൂപ്പ്. നമ്മളിങ്ങനെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ഇൻ ദിസ് ഗ്രൂപ്പ്. നമ്മളിങ്ങനെ വളരെ റിസർച്ച് ചെയ്തിട്ടുള്ള കണ്ടന്റുകളാണ് ഇടുന്നത്. സോ കോൺടാക്ട് മീ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.